സംസ്ഥാനത്തിൻ്റെ യാത്രാ സൗകര്യം, റോഡുകളുടെ അവസ്ഥ അങ്ങേയറ്റം ശോചനീയമായ നില. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും നല്ല റോഡുകൾ പണിയുന്നു. നാഷണൽ ഹൈവേയുടെ ഭാഗമായി നല്ല രീതിയിൽ വേഗതയോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല റോഡുകൾ പണിതിരിക്കുന്നു. നമുക്ക് മാത്രം അത് കഴിഞ്ഞില്ല. എന്തായിരുന്നു കാരണം? നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടതുള്ളൂ. ആ ചുമതല വഹിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ് അത് വഹിക്കാൻ തയ്യാറായില്ല. നമ്മുടെ നാട്ടിലെ ചില താർക്കിക വിദഗ്ധന്മാർ ഉന്നയിച്ച വാദഗതിയുടെ കൂടെ നിൽക്കുന്ന നിലയാണ് ഗവൺമെൻറ് അക്കാലത്ത് സ്വീകരിച്ചത്. അത് ബസ് പോകുന്നതിന് എന്തിനാണ് വലിയ വീതിയിലുള്ള റോഡ്? അവർ ഒരു ബസ്സിൻ്റെ വീതി കണക്കാക്കുന്നു. 2 ബസ് പോകാൻ ആ വീതിയിൽ എത്ര സ്ഥലം വേണമെന്ന് അവർ കണക്കൂട്ടുന്നു. അത്രയും സ്ഥലമല്ലേ ആവശ്യമുള്ളൂ. അതിനു വേണ്ടിയുള്ളൊരു മീറ്ററും അവർ പറയുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ അന്നത്തെ ഗവൺമെൻറ് അവസാനം രാഷ്ട്രീയ പാർട്ടികളുടെ ആകെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തു. അതിൽ ഏകണ്ഠമായി തീരുമാനിച്ചു 45 മീറ്റർ വീതിയിൽ റോഡ് എടുക്കണം. ഏറ്റവും കുറഞ്ഞത് 45 മീറ്റർ വീതി വേണം. ഗവൺമെൻറ് നൽകിയ ബ്ലാങ്ക് ചെക്ക് ആര്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാകെ, കേരളമാകെ സമ്മതിച്ചു. എടുത്തോ? അതിനുശേഷം സ്ഥലം 1 ഇഞ്ച് സ്ഥലവും അതിനുശേഷവും എടുത്തില്ല. എന്താ കാരണം? കൂടെ ഇരിക്കുന്ന ചിലർ അത് എടുക്കാൻ പാടില്ല എന്ന് നിർബന്ധിച്ചു. ആ സാഹചര്യത്തിൽ ഇവിടെ പ്രവർത്തിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ആഫീസ് പൂട്ടി സ്ഥലം വിട്ടു. അപ്പോഴാണ് 2016 തെരഞ്ഞെടുപ്പ്. LDF ജനങ്ങളോട് പറഞ്ഞു ഈ നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന്. ഗവൺമെൻറ് വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ സമീപിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റിയെ തിരിച്ചു വിളിച്ചു. പക്ഷേ അപ്പോഴേക്ക് അവർ ഡിമാൻഡ് മാറ്റി. UDF കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് നാം പിഴയൊടുക്കേണ്ടതായി വന്നു. അവർ പറഞ്ഞു വലിയ വില കേരളത്തിൽ ഭൂമിക്കുണ്ട്. ആ വില കൊടുത്ത് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല, നിങ്ങൾ എടുത്തു തരണം. രാജ്യത്തെവിടെയും അങ്ങനൊരു പതിവില്ല. അതുകൊണ്ട് തന്നെ നാം വലിയ തർക്കം ഉന്നയിച്ചു. ആ തർക്കം നീണ്ടുനിന്ന തർക്കത്തിലേക്ക്